ഹലോ. നമ്മളിപ്പോ കൊടൈക്കനാലാണ് ഉള്ളത്. കൊടൈക്കനാലിലെ കൂഗൽ എന്ന് പറഞ്ഞൊരു ഗ്രാമത്തിലാണ് നമ്മൾ ഉള്ളത്. കൂഗൽ എന്ന് പറയുമ്പോൾ കൊടൈക്കനാലിൽ നിന്ന് ഒരു 30 കിലോമീറ്ററോളം ഉള്ളിലുള്ള ഒരു ഗ്രാമമാണ്. ഉള്ളിലെന്ന് പറഞ്ഞാൽ വളരെ ചെറിയ റോഡുകളുള്ള ഒരു മനോഹരമായ ഗ്രാമം. മൂന്നാറിലെ വട്ടവടയൊക്കെ പോലെ ഒരു ഗ്രാമം. അപ്പോൾ നമ്മൾ ഇവിടുത്തെ സ്റ്റേയും നമ്മൾ എങ്ങനെ ഇവിടെ വന്ന വഴിയും ഇവിടെ കണ്ട കാഴ്ചകളും എല്ലാം ഞങ്ങൾ ഈ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എല്ലാവരും അതൊന്ന് പോയി കാണണം കേട്ടോ. ഒരുപാട് നാളായിട്ടുള്ള ആഗ്രഹമാണ് ഈ യാത്രയിലൂടെ ഞങ്ങൾ പൂർത്തീകരിക്കാൻ പോകുന്നത്. ഇന്ന് നമ്മൾ പോകുന്നത് തമിഴ്നാട്ടിലെ പശ്ചിമഘട്ടത്തിന്റെ മനോഹരമായ കുന്നുകളിൽ മറഞ്ഞിരിക്കുന്ന കൊടൈക്കനാലിലേക്കാണ്. കൊടൈക്കനാലിലേക്കുള്ള റോഡ് ട്രിപ്പ് തന്നെ വലിയൊരു അനുഭവമാണ്. മധുരൈ വഴിയാണ് ഞങ്ങൾ കൊടൈക്കനാലിലേക്ക് പോയത്. ഒരുപാട് കാറ്റാടികളും കുന്നുകളും നീണ്ട നിവർന്നു കിടക്കുന്ന റോഡും ആ യാത്ര ഒരു വല്ലാത്ത അനുഭവമായിരുന്നു. യാത്ര ഒന്ന് ഉഷാറാക്കാനായി ഞങ്ങൾ ചായയും വടയും കഴിച്ചത് ദേ ഈ കാണുന്ന കടയിൽ നിന്നുമാണ്. ഈ റൂട്ട് വരുന്നവർക്ക് ഈ കട നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും. ഇതാ ഞങ്ങളുടെ ആദ്യത്തെ ടോൾ എത്തി. ഇനിയും ഇതുപോലെ 7 ടോളുകൾ സർക്കാരിന് കൊടുത്തു വേണം ഞങ്ങൾക്ക് അങ്ങോട്ട് എത്താൻ. ഉച്ചയ്ക്കത്തെ ഭക്ഷണം കഴിക്കാനായി തേനി ഹൈവേയിലുള്ള ദിണ്ടിഗൽ തലപ്പാക്കട്ടിയിലാണ് ഞങ്ങൾ കയറിയത്. ഒരു മട്ടൻ ബിരിയാണിയും ഒരു ചിക്കൻ 65 ബിരിയാണിയുമാണ് ഞങ്ങൾ കഴിച്ചത്. കോവിഡിന് ശേഷം കൊടൈക്കനാലിലേക്ക് വരാനായി ഈ പാസ് നിർബന്ധമാക്കിയിരുന്നു. ഇടയ്ക്ക് വെച്ചത് നിർത്തിയെങ്കിലും ഇപ്പോഴും അത് തുടരുന്നുണ്ട്. കൊടൈക്കനാൽ ഒരു പ്ലാസ്റ്റിക് നിരോധിത മേഖലയാണ്. പ്ലാസ്റ്റിക് ഇല്ല എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രമേ നമ്മളെ കൊടൈക്കനാലിലേക്ക് പ്രവേശിക്കാൻ അനുവദിക്കുകയുള്ളൂ. 1 ലിറ്റർ മിനറൽ വാട്ടറിന്റെ കുപ്പി നിരോധിച്ചെങ്കിലും എന്തുകൊണ്ട് അവർ 5 ലിറ്ററിന്റെ മിനറൽ വാട്ടറിന്റെ കുപ്പി നിരോധിച്ചില്ല എന്നുള്ളത് ഇപ്പോഴും ഞാൻ ആലോചിക്കുന്നു. ഞങ്ങൾ അങ്ങനെ ആഗ്രഹം പൂർത്തീകരിച്ച് കൊടൈക്കനാലിലെത്തി. ഈ റോഡ് ട്രിപ്പ് തന്നെ വലിയൊരു അനുഭവമായിരുന്നു. വളഞ്ഞ മലവഴികൾ, ചെറിയ മഴ, മൂടൽമഞ്ഞ്, വഴിയോരമുള്ള വെള്ളച്ചാട്ടങ്ങൾ എല്ലാം കൂടി യാത്രയെ വിസ്മയമാക്കുന്നതായിരുന്നു. ഇന്ന് ഞങ്ങൾ താമസിക്കാൻ തിരഞ്ഞെടുത്തത് കൂഗലായിരുന്നു. കൊടൈക്കനാലിൽ നിന്ന് കുറച്ചു ദൂരം യാത്ര ചെയ്താൽ കിട്ടുന്ന മറ്റൊരു പ്രകൃതി സ്വർഗമാണ് കൂഗൽ. തിരക്കുകളിൽ നിന്നും മാറി നിൽക്കാനായി ഞങ്ങൾ തിരഞ്ഞെടുത്തത് കോസി ക്യാപ്സ്യൂൾസ് ആണ്. പ്രകൃതിയുമായി ചേർന്നിരിക്കാൻ പറ്റിയ ഒരു സ്ഥലമായിരുന്നു ഞങ്ങൾ തിരഞ്ഞെടുത്തത്. കൊടൈക്കനാലിലെ തിരക്കുകളിൽ നിന്നും മാറി വളരെ ശാന്തമായ ഒരു സ്ഥലത്താണ് നമ്മുടെ കോസി ക്യാപ്സ്യൂൾ. ഞങ്ങൾ തിരഞ്ഞെടുത്തത് 2 പേർക്കുള്ള കോട്ടേജ് ആണ്. ഇതിന്റെ കൂടെ കോംപ്ലിമെന്ററി ബ്രേക്ക്ഫാസ്റ്റും ഉണ്ടായിരുന്നു. എല്ലാ സൗകര്യങ്ങളോട് കൂടിയുമാണ് ഈ ഡോം അവർ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഒരുപാട് യാത്ര ചെയ്തതുകൊണ്ട് തന്നെ നല്ല വിശപ്പുണ്ടായിരുന്നു. രാത്രിയത്തെ ഭക്ഷണവും അവിടെ നിന്ന് തന്നെയായിരുന്നു. ഒരുപാട് യാത്ര ചെയ്തതിന്റെ ക്ഷീണം ഞങ്ങളെ വല്ലാതെ അലട്ടുന്നുണ്ടായിരുന്നു. ബാക്കി വിശേഷങ്ങളും കാഴ്ചകളും എല്ലാമായി നാളെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ശരി, ബൈ.